ഹലോ ഗൈസ്, നമ്മളിന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത് പോക്കോ M6 Pro 5G ആണ്. അപ്പോൾ ഇത് മെയിനായിട്ട് എടുക്കാൻ കാരണക്കാരനായിട്ടുള്ള ഒരു ഫോണുണ്ട്. ആ ഫോൺ എവിടെ? ഈ കാണുന്ന ആളാണത്. സാംസങ് F15 5G. ഈ മുതൽ കാരണമാണ് ഞങ്ങളിപ്പോൾ ഈ ഒരു ഫോൺ എടുത്തത് കേട്ടോ. കാരണം ഇത് ഡെഡായി ഗൈസ്. ഞാനിതിൻ്റെ വീഡിയോസ് എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അത് കണ്ടാൽ നിങ്ങൾക്ക് ഇതിൻ്റെ അവസ്ഥ മനസ്സിലാവും. 2 മാസം പോലും ആയിട്ടില്ല. ഞങ്ങൾ ആകെ ഉപയോഗിച്ചിട്ടുള്ള വളരെ കുറച്ച് ദിവസമാണ്. ഇതിപ്പോൾ ഡെഡാണ്. ഇതിൻ്റെ അവസ്ഥ ഭയങ്കര പരിതാപകരമാണ്. അപ്പോൾ നമ്മൾ സാംസങ്ങിനോടുള്ള ഒരു പ്രതിഷേധം എന്നുള്ള രീതിയിലാണ് കയ്യിൽ പൈസ ഇല്ലെങ്കിൽ കൂടി നമ്മൾ ഈ ഫോൺ എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ സത്യമാണ്, കയ്യിൽ പൈസ ഇല്ലാണ്ട് തന്നെ ലോണിലാണ് ഇപ്പം ഞങ്ങൾ ഈ ഫോൺ എടുത്തിട്ടുള്ളത്. ഈ ഫോൺ എടുത്തിട്ട് അതിന് ലോണിലാണ്. പക്ഷെ ഇതും അങ്ങനത്തെ ഒരു അവസ്ഥയിൽ തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഇതിന് കാരണക്കാരൻ ശരിക്കും ഈ നമ്മൾ ചില ആളുകളൊക്കെ തലയിൽ കയറ്റി വെച്ചിരിക്കുന്ന ഈ സാംസങ് എന്ന് പറഞ്ഞാൽ ഈ കൂതറ തല്ലിപ്പൊളി ബ്രാൻഡാണ്. അപ്പോൾ അധികം ഞാൻ വെച്ച് നീട്ടുന്നില്ല, നമുക്ക് ഇതിൻ്റെ ക്വിക്ക് അൺബോക്സിങ്ങിലേക്ക് പോകാം. ഗൈസ്, ഞാനിത് അൺബോക്സ് ചെയ്യാൻ പോകുന്ന സമയത്ത് ഇവളെന്നോട് പറയുകയാണ്, സാംസങ് F15 5G ഞാൻ ഇതേപോലെ അൺബോക്സ് ചെയ്തതാണ്. അത് അവൾക്ക് ഓർമ്മ വരികയാണ്. ദൈവമേ, അങ്ങനെ വരാതിരിക്കട്ടെ. എന്തായാലും ഞങ്ങളിത് പൊട്ടിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ എന്താണ് ഉള്ളത്, എന്താണ് ഉള്ളത് നിങ്ങൾക്ക് അറിയാം. ഫോൺ തന്നെയായിരിക്കും. ആ ഫോൺ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഫോൺ മാത്രമേ ഞങ്ങൾ നോക്കിയിട്ടുള്ളൂ കേട്ടോ പൊട്ടിച്ചിട്ട്. അപ്പോൾ അതാ നമ്മൾ മെല്ലെ തുറക്കണം ഗൈസ്. തുറന്നു ഇവിടെ വെച്ചു. ഇനി അടുത്തത് നമ്മൾ ഫോൺ എടുക്കുകയാണ്. ഇതിൻ്റെ ഉള്ളിൽ ഇനി ബാക്കി എന്തൊക്കെയാണ് ഞങ്ങൾ നോക്കിയിട്ടില്ല. എന്തായാലും ഫോൺ ജസ്റ്റ് നമുക്കൊന്ന് ആദ്യം നോക്കാം. യെസ്, ഇതാണ് ഫോൺ ഗൈസ്. ഒരു രക്ഷയില്ലാത്ത കളറാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇതിൻ്റെ ബാക്ക് ഒരു ഗ്ലാസ് ടൈപ്പാണ് കേട്ടോ. നല്ല രസമുണ്ട് കാണാനൊക്കെ. റിഫ്ലക്ഷൻ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടായിരിക്കും. ഓക്കെ, 6GB 128GB ആണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ലുക്ക് വൈസ് അടിപൊളിയാണ്. കാരണം നമുക്കൊരു കുഞ്ഞൊരു ഡ്രോപ്പ് ആണ് വരുന്നത്. എന്താ പറയുക, വാട്ടർ ഡ്രോപ്പ് എന്നല്ലേ പറയുന്നത്? വാട്ടർ ഡ്രോപ്പ് തന്നെയല്ലേ നമ്മൾ ഒരു റൗണ്ട് ക്യാമറയാണ് വരുന്നത്. മറ്റേ സാധനമല്ല കേട്ടാ, ആ ചന്ദന ഇങ്ങനത്തെ ഒരു സാധനമല്ല വരുന്നത്. അപ്പോൾ അതെന്തായാലും നമുക്ക് ഇഷ്ടമായി. പിന്നെ ഇപ്പോൾ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. 10,000 രൂപയാണ് ഈ പറഞ്ഞ മോഡലിന് വന്നിട്ടുള്ളത്. ടോട്ടലി ഇത് കാണാനൊക്കെ അടിപൊളി സെറ്റായിട്ടുണ്ട്. എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാനൊക്കെ. ഇനിയിപ്പോൾ ഭാവിയിൽ നമ്മളിത് ഉപയോഗിക്കുമ്പോഴാണ് നമുക്ക് ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ പറയാൻ പറ്റുള്ളൂ. കൂടുതൽ ഞാനൊന്നും പറയുന്നില്ല. കാരണം സാംസങ് F15 5G ഓർമ്മ എനിക്ക് എപ്പോഴും 30 വരികയാണ്. അപ്പോൾ ഫോണായി. ഇനി ഇതിൽ ബാക്കി എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം. ബേസ് പെട്ടി ഞങ്ങൾ ഫോൺ മാത്രം നോക്കിയിട്ടുള്ളൂ. നമുക്കൊരു TPU കേസ് വരുന്നുണ്ട് ഗൈസ്. ഇത് TPU കേസാണ്. ഇത് അതിൻ്റെ എന്തോ ഡോക്യുമെൻറ്റേഷൻ അതവിടെ കിടക്കട്ടെ. ഒരു സിം ഇജക്ടർ ടൂൾ വരുന്നുണ്ട്, അത് അവിടെ കിടക്കട്ടെ. നമുക്ക് TPU കേസ് ഒന്ന് നോക്കാം ജസ്റ്റ്. ഓക്കെ, ഇതാണ് കേസ്. ഇതിൽ ജസ്റ്റ് നമുക്കൊന്ന് ഫോൺ ഇടാം ഗൈസ്. ഓക്കെ, ഇങ്ങനെയാണ് ഫോൺ വരുന്നത്. ഈ സ്റ്റിക്കറൊക്കെ നമ്മൾ പറിച്ച് കളഞ്ഞിട്ടാണ് ഉപയോഗിക്കുക ഗൈസ്. അത് പോട്ടെ. ഇനി ബോക്സിലുള്ളത് ഈ കാണുന്ന ചാർജറാണ്. ഭാഗ്യത്തിന് ചാർജറൊക്കെ ഉണ്ട്. നമുക്ക് ഈ 10,000 രൂപ ബഡ്ജറ്റിൽ മേടിക്കാൻ പറ്റുന്ന ഒരു നല്ല ഫോണെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. ഞാൻ ഇപ്പോഴും പറയണം, നമുക്കറിയില്ല, ഉപയോഗിച്ച് കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ പറയാൻ പറ്റുള്ളൂ. എന്തായാലും 22.5 വാട്ട് വരുന്ന ഒരു ചാർജർ വരുന്നുണ്ട്. ഒരു കേബിൾ വരുന്നുണ്ട് ഗൈസ്. വേറെ പെട്ടിയിൽ ഇതവിടെ കുറേ ചതുരപ്പെട്ടി കള്ളികളൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ തുറന്നു നോക്കി, അതിലൊന്നുമില്ല ഗൈസ്. ഇവിടെയും തുറന്നു നോക്കി, ഒന്നുമില്ല. മാധു ഞാൻ പറയുന്ന എൻ്റെ കയ്യിലേക്ക് കണ്ടിട്ടാണോ ചിരിക്കുന്നു ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മുടെ പോക്കോ M6 Pro 5G യുടെ ഫസ്റ്റ് ഇംപ്രഷൻ ആൻഡ് അൺബോക്സിങ് വീഡിയോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും വിടാം.